ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ബൈപ്പാസ് കഴിഞ്ഞ ശേഷം തിലകൻ ചേട്ടനോട് ദിവസം 2 പെഗ് കഴിക്കാൻ ഡോക്ടർ പറഞ്ഞു. പുള്ളി ഓരോ ആഹാരത്തിന് മുമ്പ് ഒരു ഹർമണി പെട്ടി പോലെ ബ്രീഫ് കേസിൽ തുറന്ന് വെച്ചിട്ടേ ഒരു ലെതറിലുള്ള ഒരു ബോക്സ് ആയിട്ട് വരും. അതിൽ നിന്ന് ഒഴിച്ച് കട 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 അടിക്കുക. അപ്പോൾ ഞാൻ കേട്ടു, ചേട്ടാ ബൈപ്പാസ് കഴിഞ്ഞാൽ 2 അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പുള്ളി 2 അടിക്കുന്ന ഓരോ ആഹാരം കഴിയുമ്പോഴും 2 അടിക്കുക, മനസ്സിലായോ? പക്ഷേ തിലകൻ ചേട്ടനൊന്നും സെറ്റില്ലാതെ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ നല്ല മദ്യപാനികളോട് സഹകരിച്ചിട്ടുള്ള ആളാണ്, ഒരുപാട് പേരോടൊപ്പം. അതിപ്പോൾ ഷീനി ചേട്ടനടക്കം, ശ്രീനിവാസനടക്കം നല്ല മദ്യപിക്കുന്ന ആളുകളോടൊപ്പം, എം ജി സോമനടക്കം. എൻ്റെ ശത്രു വന്നില്ലേടാന്ന് ചോദിക്കുന്ന ആളാണ് സോമേട്ടൻ. ആ സോമേട്ടനൊക്കെ കഴിച്ച പോലെയൊന്നും മലയാള സിനിമയിൽ ഇപ്പോൾ കഴിക്കില്ല. അങ്ങനെയൊക്കെ ഉള്ള ആളുകളുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരൊരിക്കലും സിനിമയ്ക്ക് ദോഷം ചെയ്തിട്ടില്ല. ഷൂട്ടിങ്ങിനെ ബാധിക്കുന്ന ഒന്നും ചെയ്യില്ല. തിലകൻ ചേട്ടനടക്കം ഒന്നും ചെയ്യില്ല. ഇതിപ്പോൾ അങ്ങനെയല്ല സംഭവിക്കുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് അടിച്ച് ഫിറ്റായി അല്ലെങ്കിൽ വലിച്ച് കയറ്റി എല്ലാ ലഹരിയും കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ അഭിനയിക്കാവുന്നതായിപ്പോയി. ഇവിടെയാണ് പ്രശ്നം. രാത്രി പറഞ്ഞിട്ടില്ലേ, ഒരു ചെറുക്കൻ പറഞ്ഞില്ലേ, രാത്രി 12 മണിക്ക് പകൽ സീൻ എടുക്കാമെന്ന്. നിങ്ങൾ കേട്ടാണല്ലോ അല്ലേ? ഒരു നിർമ്മാതാവ് കാലെ പിടിച്ച് പറയണം, എടാ 5 മണിക്ക് മുമ്പ് വരണേ, ഒരു സീൻ ഡേ സീനുണ്ട്, അത് രാത്രി 12 മണിക്ക് ശേഷം എടുത്താൽ മതി, ഏതൊരു പകൽ സീൻ. കാരണം ഈ വലിച്ച് എവിടെ ഇരിക്കുകയാണേ. ആ അവസ്ഥ ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. നല്ല കോപ്പറേഷനായിരുന്നു. നല്ല മദ്യപാനികളോടൊപ്പം ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അത് ആസ്വദിച്ചിട്ടുണ്ട് ഞാൻ ഒരുപാട്. കൃഷ്ണകുട്ടി നായരെയൊക്കെ പോലുള്ളവർ മദ്യപിച്ച് കഴിഞ്ഞാൽ, NL ബാലണ്ണൻ മദ്യപിച്ച് കഴിഞ്ഞാൽ, സോമേട്ടൻ മദ്യപിച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസകരമാണ്. ഷീനി ചേട്ടൻ മദ്യപിച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോമഡികൾ കേൾക്കാം. പക്ഷേ സെറ്റുകളിലൊന്നും അവരൊരു തലവേദന ഉണ്ടാക്കിയിട്ടില്ല. ഈ മദ്യപാനത്തിൽ നിന്ന് ഈ സിന്തറ്റിക് ലഹരികളിലേക്ക് മാറിയപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നതെന്നാണത്. നമ്മൾ ഫിലിമിൽ നിന്ന് മാറി ഡിജിറ്റൽ ആയതുപോലെ എന്ന് വിചാരിച്ചാൽ മതി. ഫിലിമിലായിരുന്നല്ലോ, ഇപ്പോൾ അത് ഡിജിറ്റലല്ലേ. അതുപോലെ പൈസ കൂടുതൽ ചിലവാക്കി സിന്തറ്റിക് സാധനങ്ങൾ ഒരുപാട് എവിടെയും കിട്ടാവുന്നൊരവസ്ഥ വന്നപ്പോഴേ, ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഒരു പെണ്ണ് ഇപ്പോൾ പിടിച്ചത്, ആലപ്പുഴയിൽ പിടിച്ചത്, ഒരു ബീച്ചിൽ റിസോർട്ടിൽ നിന്ന് പിടിച്ചവൻ പറഞ്ഞിട്ടില്ലേ, ശ്രീനാഥ് ബാസി പറയാണ്, എന്നെ വിളിച്ചൊരു ആരാധിക എന്ന് പറഞ്ഞ് സംസാരിച്ചിട്ട് അവസാനം ചോദിച്ചു കഞ്ചാവ് വേണമെന്ന്. ആരെങ്കിലും കേൾക്കുമോ അങ്ങനെ? എൻ്റെ കഴുത്തിൽ കയറിട്ട് ഞാൻ തന്നെ കുരുക്കാൻ തരുമോ? അങ്ങനെ കേട്ടതാണ്. അല്ല, എനിക്ക് അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാന്ന് അവർ പറയാണ്, ഇയാൾ എൻ്റെ ഒരു ഡീലറാണെന്ന്. ഈ ശ്രീനാഥ് ഭാസിമാർ, ഈ ഷൈൻഡോ ചാക്കോമാരൊക്കെ എന്ത് ചെയ്യാനെന്നേ, ഇങ്ങനെ കുറേ എണ്ണം ഉണ്ട്, നശിപ്പിക്കും മലയാള സിനിമയെ.